ഇന്ന് കുറച്ച് തക്കാളി പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഫാമിൽ പല ഭാഗത്തായിട്ടാണ് നമ്മൾ തക്കാളി നട്ടിട്ടുള്ളത്. നട്ടതുണ്ട്, പടുമുളയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തു നിന്ന് നമുക്കിങ്ങനെ പഴുത്തതൊക്കെ നോക്കിയിട്ട് പറിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ നട്ടു കൊടുത്ത തക്കാളി കേട്ടോ. സൈഡിലൂടെ പടുമുള നട്ടു കൊടുത്തതെന്ന് പറയുന്നത് നമ്മൾ പടുമുള അല്ലാത്തതുകൊണ്ടാട്ടോ. അതാ ആ സൈഡിൽ അങ്ങനെ ഒരു ഭാഗത്തിലൂടെ തക്കാളി നട്ട്, അപ്പുറത്ത് അതിൻ്റെ പുറകെ കണ്ടില്ലേ വഴുതനയുണ്ട്. തക്കാളി വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ അങ്ങോട്ട് നടുക നല്ലത്, എന്നാലേ നമുക്ക് തക്കാളി കിട്ടുള്ളൂ. പക്ഷേ ഇതിനിപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് ഇല കരിയുന്ന രോഗം വന്നിട്ടുണ്ട്. ഒന്ന് തക്കാളി വാടുന്ന രോഗം വരും. വാട്ടരോഗം പിന്നെ തക്കാളിക്കും വഴുതനക്കും പച്ചമുളകിനൊക്കെ ഉള്ളതാണ്. അത് കഴിച്ചിലായി കിട്ടുമ്പോൾ കണ്ടില്ല, അത് കഴിച്ചിലാക്കി റെഡിയായി കിട്ടി എന്നൊക്കെ വിചാരിച്ച് നല്ല തക്കാളിയൊക്കെ കായ്ച്ചു തുടങ്ങിയപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ കുറേ ഇല കരിച്ചിൽ രോഗം വന്നിട്ട് ഇങ്ങനെയാണ് കരിഞ്ഞു പോകും. കണ്ടില്ലേ, തലപ്പ് വെച്ചിട്ടാണ് കരിയ. എന്നാലും വേണ്ടില്ല, ഇതിൽ ആവശ്യത്തിന് തക്കാളിയൊക്കെ നമുക്ക് പറിച്ചെടുക്കാനുണ്ട്. കുറേതാ പച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ പഴുത്ത് നോക്കിയിട്ട് അങ്ങനെ പറിക്കുക. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറണം കേട്ടോ. ഇവിടെ നമ്മൾ പന്തൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ കയറട്ടെ കുഞ്ഞോളെ, വീഴാൻ പോയി. എന്തായാലും വഴുതന നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നീളം വഴുതനയാണ്, ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. 2 ലൈനായിട്ട് നട്ട് നടുക്ക് ചീരയുണ്ട്. ചീരയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ തൈകൾ നട്ടിട്ട് ഉണ്ടായ തക്കാളികളാണ്. വിത്ത് മുളപ്പിച്ചൊന്നല്ല, പടുമുളയല്ല. ഇതിനൊക്കെ കേടുണ്ട്, എന്നാലും നമുക്ക് മൊത്തത്തിലെടുക്കാം. നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ നല്ല സൈഡിലൊക്കെ നമുക്ക് കേടൊക്കെയായാലും ചെത്തിയിട്ടൊക്കെ ഉപയോഗിക്കാം. ഈ തക്കാളികളൊക്കെ ഹൈബ്രിഡ് തക്കാളിയാട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇപ്രാവശ്യമാണ് കുറേ തക്കാളി നമുക്ക് കിട്ടിയിട്ടോ. റെക്കോർഡ് വിലയുള്ള സമയത്തും അല്ലാതെ ഇപ്പോൾ കുറച്ച് അധികം വിലയൊന്നും കുറഞ്ഞിട്ടില്ല അല്ലേ. ഒരു ആവറേജ് വില ഇപ്പോഴും ഇല്ലേ, 30 രൂപയൊക്കെ കിലോയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എന്തായാലും തക്കാളി ഇപ്രാവശ്യം ഇഷ്ടം പോലെ കിട്ടി. അതിൽ കൂടുതൽ കിട്ടിയത് നമുക്ക് പടുമുളയായിട്ടുണ്ടായ തക്കാളി കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ കുറച്ച് നട്ടു കൊടുത്തിട്ടുള്ളത്. അതിലൊക്കെ ഇഷ്ടം പോലെ ആയതുണ്ട്. ഇപ്പോൾ നല്ല പഴുത്ത് മാത്രമേ പറിക്കുന്നുള്ളൂ. നമുക്ക് എന്താ വെച്ചാൽ പറിച്ചു വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. അതാണ് തക്കാളി ഉണ്ടായപ്പം തക്കാളിൻ്റെ ചാകരയായി. അത് അവിടെ കണ്ടോ 2 തക്കാളി അങ്ങോട്ട് ഉണ്ട് പറിച്ചു കഴിഞ്ഞോളാം. ചീരയും വഴുതനയും ഉള്ളതുകൊണ്ട് ഇതിൽ വരാൻ വയ്യ. അതാ 2 എണ്ണം കണ്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള. അവിടെ മൈസൂർ തക്കാളി പോലെ ഉണ്ട്. അത് ഈ ഹൈബ്രിഡ് തന്നെയാണ് മൈസൂരിൽ നിന്ന് വരുന്നത്. അപ്പം നമ്മൾ റൗണ്ടിനെ നാടൻ എന്നും പറയും. ഏകദേശം ഇത് ഹൈബ്രിഡ് എന്ന് പറയും. അതൊന്നുകൂടെ ഉണ്ട്. ഇത് പിന്നെ ഒറ്റ വിളവെടുപ്പ് തീരുന്ന പോലെയാണ് അല്ലേ. ചെടികളൊക്കെ കരിഞ്ഞതാ. ഇതിന് ഈ ഭാഗത്ത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ ചെടിക്ക് അല്ലാതെ അങ്ങോട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കരിഞ്ഞു പോയിട്ടുണ്ട്. ഉണ്ടാവും. ചീഞ്ഞാൽ നമുക്ക് കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ ഉണ്ടോ? അതിൽ വരാം. അപ്പോൾ ഇതൊരു ഭാഗത്തെ നമ്മൾ പറിച്ചത്. ഇനി ഇതുപോലെ പടുമോള ഇഷ്ടം പോലെ ചട്ടിയിലൊക്കെ ഉണ്ട്. പിന്നെ റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ. പിന്നെ അങ്ങോട്ടൊക്കെ പോവാ. തക്കാളി ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടാൻ തന്നെ കാരണം എന്താ പറയുക, ഞങ്ങൾ വലിയ നോട്ടമൊന്നും നോക്കൂല കേട്ടോ. പടുമുളയിലൊന്നും നോക്കലില്ല. അതിലെന്താണ് നട്ടത്, അതായത് നമ്മൾ ക്യാബേജ്, ഇത് ചൈനീസ് ക്യാബേജ് ഒക്കെ നട്ടില്ല അല്ലേ. ചൈനീസ് ക്യാബേജ്, കസ്, ബ്രക്കോളിയൊക്കെ നട്ടയിലൊക്കെ പടുമുള വന്നിരുന്നു. അപ്പോൾ അതിലൊക്കെ അതിന് എന്തെങ്കിലും സ്ലറിയോ കാര്യങ്ങളോ ഒഴിച്ചു കൊടുക്കുന്ന വളമല്ലാതെ വേറെ നമ്മളൊന്നും കൊടുക്കുന്നില്ല. ഇതിൽ സ്ലറി അടിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ നനച്ചും കൊടുക്കും. പിന്നെ ചാഞ്ഞു പോകാതിരിക്കാൻ ഉമ്മ കുറച്ച് ഹാഡിൻ്റെ പ്ലാവിലിൻ്റെ കമ്പൊക്കെ ജസ്റ്റ് കുത്തി കൊടുത്തത് മാത്രമേ ഉള്ളൂ. തക്കാളി നല്ല നോക്കിക്കഴിഞ്ഞാൽ തക്കാളി നമ്മളെ ചതിക്കും, ഒന്നും ഉണ്ടാവില്ല. ഇത്രയും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകുന്ന വഴിയിലൊക്കെ ഓരോ സ്ഥലത്ത് തക്കാളി ഉണ്ട്. ഇത് കോഴിക്കിട്ട് കൊടുത്താലോ? ഇതിലുണ്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ കണ്ടോ, ഇത് ചാക്കില. നമ്മള് ചാക്കിൽ അതേല പോയത്. ചാക്കിലാണ് ഇതാ കൂവ നട്ടെ. ഇതിലൊരു ഇതിലന്ന് തക്കാളി ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇതിലത്തെ കൂവ പറിക്കാന്നത്. അന്നത് കായ്ച്ചിട്ടൊന്നുമില്ലേനു. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അപ്പുറത്ത് കിടക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് കൂവയ്ക്കൊക്കെ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിലൊക്കെ വിത്ത് വീണ. ഇത് നമ്മൾ കോഴിഷെഡിലെ അറക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് മൈസൂർ തക്കാളി കറക്റ്റ് ഇതിൽ വന്നല്ലേ. ഞങ്ങൾ മൈസൂർ തക്കാളി എന്ന് പറയുന്നത് ഇതിനെ കേട്ടോ. അത് നമ്മൾ ഹൈബ്രിഡ് അധികം കാണുക മൈസൂരിൽ നിന്ന് വരുന്നതില്ലല്ലേ. ഇതാകുമ്പോൾ പെട്ടെന്ന്
നല്ല പഴുത്ത് കഴിഞ്ഞാലൊന്നും അങ്ങനെ ചീഞ്ഞു പോകില്ല അല്ലേ, കുറേ ദിവസം നിൽക്കും. തക്കാളി നമ്മളെ ആവശ്യത്തിനും അതിൽ കൂടുതലൊക്കെ ഉണ്ട്. ഇപ്പൊക്കെ നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്ക് കുറച്ച് തക്കാളിയൊക്കെ കൊടുക്കലുണ്ട്. അതിന് മുന്നേ നല്ല വിലയുള്ള സമയത്ത് നമ്മുടെ ആവശ്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാവരും വാങ്ങിക്കുന്നത്. നമ്മളെ തക്കാളിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ അങ്ങനെ പെട്ടെന്ന് ചെയ്യൂല, എടുത്തു വെക്കാം. ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ ദിവസം എടുത്ത് ഉപയോഗിക്കാം. ഉമ്മതാ നോമ്പായാൽ ചീരയ്ക്ക് നല്ല ഓർഡർ ഉണ്ട്. ഉമ്മ പച്ചച്ചീര അങ്ങനെ പറിച്ചു കൊണ്ടുവെക്കുന്നുണ്ട്. അവിടെ ചീര കുറവാണ്, നമുക്ക് അടുത്ത ചീര പെട്ടെന്ന് തന്നെ സെറ്റാക്കണം. അപ്പം അതിൻ്റെ ഒക്കെ പണിയിലാണ്. ഇതുണ്ടായത് ഇതിപ്പം പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ കുറ്റിക്കുരുമുളക് നട്ടൊരു ചട്ടിയാ. കുരുമുളകിന്റെ ചെടിയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ഇത് മാറ്റണം. അധികം പഴുത്തില്ല അല്ലേ? അല്ല ഇതിലില്ല. ഒക്കെ കുറ്റിക്കുരുമുളക് നോക്ക്, ചെടിക്കൊക്കെ പ്രശ്നമാണ്. ഇത് മാറ്റിയില്ല. കുരുമുളക് കണ്ടോ? ഒക്കെ നമ്മൾ എന്തിനും വളം ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ അതിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പടുമുള ഉണ്ടാവും. നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചായി. ഫ്രഷ് ആയതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കുക. അങ്ങനെയല്ല, ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ വരുന്നത് നമ്മളെടുത്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ, സൈഡ് ചെത്തിയിട്ട്. നമ്മളത് മോശമാണ് അങ്ങനെയല്ല പറഞ്ഞു കേട്ടോ. ഇതൊന്ന് കളയണ്ടല്ലോ വെച്ചിട്ടാ. അതാ ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ വിൽക്കുന്നത്, നമ്മൾ പൈസ വാങ്ങിക്കുന്നതിന് നല്ല വൃത്തിയുള്ള കൊടുക്കണ്ടേന്ന് പറഞ്ഞതാ. നമ്മളെ തിരക്ക് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടോ. നമ്മളെ വീടിന്റെ ഓടൊക്കെ തിരിച്ചു കയറ്റി, അതും കൂടെ ഇതിന് കൂടെ പറയണം. അതുകൊണ്ടാണ് നമ്മൾ പച്ചക്കറിയൊക്കെ പെൻഡിങ് ആയത്. ഇനി വേഗം നട്ടിട്ട് പച്ചക്കറി നടുന്ന പണിയാണ് ഇനി എനിക്ക് നാസർക്കാർക്ക് മെയിനായിട്ട്. പച്ചമുളകൊക്കെ കള കയറിയിട്ടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതവിടെ ഉണ്ട് അല്ലേ? ഇതേതാ വഴുതന ഉള്ള ഇതിലല്ലേ? അല്ല ഇത് വഴുതനല്ലേ? ഇതിൽ നമ്മൾ എന്താ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ? അല്ല വഴുതന അപ്പുറം ചട്ടിയില്ല. ഇതെന്തോ നമ്മൾ ഏതോ പച്ചമുളക് എന്തോ നട്ടിട്ട് പോയിട്ട് ഇത് തക്കാളി ഉള്ളതുകൊണ്ട് അവിടെ നിർത്തിയതാണ്. ഇനി റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ കയറാം. റെയിൻ ഷെൽട്ടർ ഫുള്ള് കള കയറിയിട്ടുണ്ട്. നമ്മുടെ കൈപ്പയുടെ വിളവെടുപ്പൊക്കെ ലാസ്റ്റ് വിളവെടുപ്പാന്നൊക്കെ പറഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്തുള്ള പണിയിലാണ്. ചീരയാട്ടി അടിയിലൊക്കെ ഇങ്ങനെ കള കാണുന്ന ചീരയുണ്ട്. തക്കാളിയൊക്കെ എലി എന്തോ തിന്നുന്നുണ്ട് കേട്ടോ. എലിയെ വരിച്ച എന്താ ഇങ്ങനെ കള കയറിയുള്ള പ്രശ്നം അതാണ്. ഇതാ ഇവിടുന്ന് കുറച്ചുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുട്ടി തക്കാളി ഉണ്ടല്ലോ. ഇതാ കുട്ടി തക്കാളി ഇപ്പൊ കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ തക്കാളി കഴിക്കാത്ത നോമ്പാണ് കേട്ടോ. അല്ലെങ്കിലൊക്കെ ഫസ്റ്റ് തന്നെ പറിച്ചിട്ട് നമ്മൾ ആദ്യം കഴിക്കുന്നു. കുട്ടി തക്കാളി അതിൻ്റെ ഉള്ളിലുണ്ടോ? അതാ അവിടെ കണ്ണോക്ക്, കളന്റെ ഉള്ളിൽ എന്താ ഇവിടെ ഉണ്ടോ തക്കാളി ഉണ്ടായതുണ്ടല്ലേ? കണ്ടോ? ഒക്കെ ചീരയൊക്കെ പൂത്ത് കഴിഞ്ഞൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ട് ആദ്യം നമ്മൾ പുറത്തൊക്കെ നട്ടു കൊടുത്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ ക്ലിയർ ആക്കിയിട്ട് അതുവരെ വഴുതനയൊക്കെ കിട്ടും. പിന്നെ മുകളിൽ നമ്മൾ വേറെ എന്തെങ്കിലും പടവലം പടത്തണം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പടവലം ഒരു ആദ്യം നട്ടൊന്നും റെഡിയായി കിട്ടിയില്ല. ഇതിലിഷ്ടം പോലെ തക്കാളിന്റെ തൈ ഇതുണ്ടായിരുന്നല്ലോ പടുമുളയായിട്ട്. തക്കാളി ഒന്നും കാണില്ല. അമ്മ അതിൻ്റെ ഉള്ളിൽ ചീര കുറെ പൂത്തുണ്ട്, എന്നാലും കട്ട് ചെയ്യാട്ടോ. അമ്മ ചീര പറിച്ച് ഞങ്ങളെ പുറകിലെത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇത്രയും തക്കാളി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആമ്പല് വിരിഞ്ഞത് നമ്മൾ റോസാമ്പലാണ്. ഇതിന്റെ അതേപോലെ തന്നെ വെള്ളയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വയലറ്റ് ആമ്പൽ എന്ന് പറയുന്ന നല്ല സ്മെല്ലുള്ള ഒരു ആമ്പലുണ്ട്. അത് നമ്മൾ ഇന്ന് പോയി ഡാമിലൊക്കെ നമ്മൾ കാരാപ്പുഴ ഡാം എന്നൊക്കെ എടുത്തു കൊടുത്തിരുന്നത്. അപ്പൊ അത് നമുക്കൊന്നും കൂടെ സെറ്റ് ചെയ്യണം. അത് നല്ല ഷെയ്ഡുള്ള ഒരു ടാങ്കിലായി പോയി. അങ്ങനെ മൊത്തത്തിൽ പോയി, തീരില്ല. ഇതിൽ അസോളയുണ്ട്, പിന്നെ അടിയിൽ ഫുള്ള് ഗപ്പിയും പ്ലാറ്റിയും ഒക്കെയാണ് കേട്ടോ. ഇപ്പോഴൊന്നും കാണാൻ കിട്ടൂല, തീറ്റ കൊടുക്കുന്ന സമയത്ത് മാത്രം വരും. ഒരു ആമ്പല് വിരിഞ്ഞു കഴിഞ്ഞാലേ. അപ്പൊ നമുക്കേ ഇന്നിപ്പോൾ വിളവെടുത്താണ് ഇത്ര. ഇതുപോലെ ഒന്നര വിട്ട് ഇങ്ങനെ തക്കാളി ഇനി പറിക്കാനുണ്ട്. അപ്പൊ ഞങ്ങളുടെ ആവശ്യത്തിൽ കൂടുതൽ ഇപ്പം തക്കാളി ആയി വീട്ടിലുണ്ട്. ഇപ്പൊ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ നല്ല ഫ്രഷ് തക്കാളി കഴിക്കാൻ വയ്യ, നോമ്പാണ്. നല്ല ഫ്രഷ് തക്കാളി കൊണ്ടുപോകാം കേട്ടോ. ഇപ്പൊ വലിയ വിലയൊന്നുമില്ല തക്കാളിക്ക്, എന്നാലും എന്താ നല്ല വെറും ഓർഗാനിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു നോട്ടം നോക്കാതെ ഉണ്ടായ തക്കാളി. ശരിക്കും മറ്റേതൊക്കെ നമ്മൾ ചെറിയായിട്ടും ജൈവവളമായിട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കും. വേറെ എന്ത് വിളക്കും, തക്കാളി മാത്രമേ ഞങ്ങൾ നോക്കൂല, നനച്ച് മാത്രം കൊടുക്കുകയുള്ളൂ.